നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാടിന്റെ ഗ്രാമ്യഭംഗിയിലേക്ക് ഇന്ത്യൻ ഗ്രാമീണതയും. കുടുംബശ്രീ ദേശീയ സരസ് ഉൽപ്പന്ന പ്രദർശന വിപണന മേളയ്ക്ക് ചാലിശ്ശേരിയിൽ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ സംവിധാനം ലോകത്തിന് കേരളം നൽകിയ വലിയ മാതൃകയുടെയും ബ്രാൻഡിംഗിന്റെയും പേരാണെന്ന് മുഖ്യമന്ത്രി. കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് ട്രാക്കിൽ നടക്കുന്ന 57ാമത് കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കൊളേജിയേറ്റ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് കൊടിയിറങ്ങി. പുരുഷ വിഭാഗത്തിൽ തൃശൂർ സെന്റ് തോമസിന് കിരീടം. ബൈക്കുകൾ കൂട്ടിയിടിച്ച് കൂറ്റനാട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് നൊട്ടത്തുവളപ്പിൽ 34 വയസ്സുള്ള പ്രതീഷ് പരമേശ്വരൻ. അപകടം കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ. വിശദമായ വാർത്തയിലേക്ക്. പാലക്കാടിന്റെ ഗ്രാമ്യഭംഗിയിലേക്ക് ഇന്ത്യൻ ഗ്രാമീണതയും. കുടുംബശ്രീ ദേശീയ സരസ് ഉൽപ്പന്ന പ്രദർശന വിപണന മേളയ്ക്ക് ചാലിശ്ശേരിയിൽ തുടക്കമായി. വൈകിട്ട് 5:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. 28 സംസ്ഥാനങ്ങളിൽ നിന്നായി ആകെ 250 സ്റ്റാളുകൾ, 30-ലധികം ഫുഡ് സ്റ്റാളുകൾ അടങ്ങുന്ന മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, ഫ്ലവർ ഷോ, ഹാപ്പിനെസ് കോർണർ എന്നിവ മേളയുടെ ആകർഷണമാകും. കുടുംബശ്രീ സംവിധാനം ലോകത്തിന് കേരളം നൽകിയ വലിയ മാതൃകയുടെയും ബ്രാൻഡിംഗിന്റെയും പേരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ 1 ലക്ഷം സംരംഭം എന്നു പറഞ്ഞത് ഇപ്പോൾ 3 ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ കൂടുതലും സ്ത്രീ സംരംഭകരാണ് എന്നുള്ളത് അഭിമാനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാടിന്റെ ഈ സാഹചര്യം കേരളത്തിലെ സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും സാമ്പത്തിക സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നതിലും പങ്കുവഹിച്ചിട്ടുണ്ട്. അതിൽ കുടുംബശ്രീ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇപ്പോഴാണെങ്കിൽ യുവതികളെ കൂടി കുടുംബശ്രീയുടെ ഭാഗമാക്കാനും അവരിൽ സാമൂഹ്യ സാമ്പത്തിക സ്ത്രീ ശാക്തീകരണ വിഷയങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക സാമ്പത്തിക വികസനത്തിൻ്റെ നോഡൽ ഏജൻസികളായി കുടുംബശ്രീ യൂണിറ്റുകളെ കണക്കാക്കുന്നത്. വർഗീയവാദികൾ സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷത തകർക്കുവാനുള്ള ശ്രമം നടത്തുന്നുവെന്നും ഇത് ആശങ്കപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് അധ്യക്ഷനായി. നിയമസഭാ സ്പീക്കർ AN ഷംസീർ വിശിഷ്ടാതിഥിയായി. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി, പൊന്നാനി MP അബ്ദുൾ സമദ് സമദാനി, MLA-മാരായ P മമ്മിക്കുട്ടി, PP സുമോദ്, മുഹമ്മദ് മോസിൻ, തദ്ദേശ വകുപ്പ് സെക്രട്ടറി അനുപമ IAS, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി, തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, H ദിനേശൻ IAS എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീനാചന്ദ്രൻ, കലാസംവിധാനത്തിന് അവാർഡ് കരസ്ഥമാക്കിയ അജയൻ ചാലിശ്ശേരി, പ്രശസ്ത തിമില കലാകാരൻ കലാമണ്ഡലം ചന്ദ്രൻ, ആതുര സേവന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഡോക്ടർ സേതുമാധവൻ എന്നിവരെ മുഖ്യമന്ത്രി ആദരിച്ചു. നേരത്തെ സരസ് മേളയുടെ ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്റർ മാർഗമാണ് എത്തിയത്. പെരിങ്ങോട് ഹൈസ്കൂളിൽ സജ്ജമാക്കിയ ഹെലിപാഡിലാണ് മുഖ്യമന്ത്രിയുമായുള്ള ഹെലികോപ്റ്റർ ഇറങ്ങിയത്. കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട അദ്ദേഹം വൈകിട്ട് 4:15 പെരിങ്ങോട് എത്തിയത്. പോലീസിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു. കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ ഭാഗമായി നടന്ന വിളംബര ഘോഷയാത്ര വർണ്ണാഭമായി. ചാലിശ്ശേരി മുലയമ്പറമ്പത്ത് മൈതാനിയിൽ നടക്കുന്ന 13ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ ഭാഗമായി ചാലിശ്ശേരിയിൽ വിളംബര ഘോഷയാത്ര നടന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ഖദീജ മൻസിൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മന്ത്രി MP രാജേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഘോഷയാത്രയുടെ മുൻനിരയിൽ മന്ത്രിയോടൊപ്പം സംഘാടക സമിതി അംഗങ്ങളും തൃത്താല ബ്ലോക്കിന് കീഴിലുള്ള 8 കുടുംബശ്രീ CDS യൂണിറ്റുകളിലെ പ്രതിനിധികളും നാട്ടുകാരും അണിനിരന്നു. കുടുംബശ്രീയുടെ കൂട്ടായ്മയും സ്ത്രീ ശാക്തീകരണത്തിന്റെ കരുത്തും പ്രതിഫലിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഘോഷയാത്ര. പരമ്പരാഗത കലാരൂപങ്ങളായ തിറ, പൂതം, ചെണ്ടമേളം, കേരള നടനം എന്നിവ ഘോഷയാത്രയ്ക്ക് മിഴിവേകി. മൈതാനത്ത് കലാമണ്ഡലം പെരിങ്ങോട് ചന്ദ്രന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും അരങ്ങേറി. ദേശീയതലത്തിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ വനിതാ സംരംഭകരെ ഒരുമിപ്പിക്കുന്ന ദേശീയ കുടുംബശ്രീ സരസ് മേളയിൽ പ്രദർശന വിപണനമേള, ഫുഡ് കോർട്ട്, കലാപരിപാടികൾ എന്നിവ ജനുവരി 11 വരെ നടക്കും.
ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയോടനുബന്ധിച്ച് പ്രധാന പവലിയനിൽ മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് മീഡിയ സെന്റർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച്. ദിനേശൻ, കുടുംബശ്രീ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡോക്ടർ അഞ്ചൽ കൃഷ്ണകുമാർ, കുടുംബശ്രീ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സി. നവീൻ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി. ഉണ്ണികൃഷ്ണൻ, കുടുംബശ്രീ പബ്ലിക് റിലേഷൻസ് വിഭാഗം എഡിറ്റോറിയൽ അസിസ്റ്റന്റ് ആശ എസ്. പണിക്കർ, കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ചൈതന്യ, മീഡിയ ഇന്റേൺ എം.ആർ. തനൂജ, മീഡിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ ഭാഗമായി സരസ് മെഡിക്കൽ ടീമിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സമീപത്തുള്ള ആശുപത്രികളും ക്ലിനിക്കുകളും ചേർന്ന മെഡിക്കൽ ടീമാണ് സേവനം നൽകുന്നത്. പ്രധാന പവലിയനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ടീം അംഗങ്ങൾക്കുള്ള ബാഡ്ജ് ചാലിശ്ശേരി ഹെൽത്ത് സൂപ്പർവൈസർ സി. കമ്മുണ്ണി ചാലിശ്ശേരി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ശ്രീകുമാറിന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. മേളയിലെത്തുന്ന പൊതുജനങ്ങൾക്കും പങ്കാളികൾക്കും അടിയന്തര ചികിത്സ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതാണ് മെഡിക്കൽ ടീമിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഹെൽത്ത് സൂപ്പർവൈസർ സി. കമ്മുണ്ണി അറിയിച്ചു. മെഡിക്കൽ പവലിയൻ മന്ത്രി എം.ബി. രാജേഷ് സന്ദർശിച്ചു. പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ റോഷ് ചെയർമാനായും മെഡിക്കൽ സബ് കമ്മിറ്റി കൺവീനർ റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുഷമയുടെ നേതൃത്വത്തിലുമാണ് മെഡിക്കൽ ടീം പ്രവർത്തിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. 57ാമത് കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജിയേറ്റ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് ട്രാക്കിൽ സമാപനം. 89 പോയിന്റോടെ തൃശൂർ സെന്റ് തോമസ് കോളേജ് പുരുഷ വിഭാഗത്തിൽ കിരീടം നേടി. 12 സ്വർണവും 7 വെള്ളിയും 5 വെങ്കലവും സ്വന്തമാക്കിയാണ് കിരീട നേട്ടം. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് 56 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തെത്തി. 5 സ്വർണം, 4 വെള്ളി, 8 വെങ്കലം എന്നിവ സ്വന്തമാക്കിയാണ് നേട്ടം. ദേവഗിരി സെന്റ് ജോസഫ് കോളേജ് 16 പോയിന്റോടെ 3ാം സ്ഥാനവും പാലക്കാട് വിക്ടോറിയ കോളേജ് 15 പോയിന്റോടെ 4ാം സ്ഥാനവും നേടി. കാലിക്കറ്റ് സർവകലാശാലയുടെ ഇന്റർ കൊളേജിയേറ്റ് അത്ലറ്റിക് മീറ്റിൽ തൃശൂർ ജില്ലയിലെ കോളേജുകളുടെ തേരോട്ടമാണ് കാണാൻ സാധിച്ചത്. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കൊളേജിയേറ്റ് അത്ലറ്റിക് മീറ്റിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടി ഇടുക്കിയിൽ നിന്നുള്ള മിടുക്കി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ CB അനീറ്റയാണ് വനിതകളുടെ ജാവലിൻ ത്രോയിൽ 33.50 മീറ്റർ മികച്ച ദൂരം രേഖപ്പെടുത്തിക്കൊണ്ട് സ്വർണം നേടിയത്. 1ാം വർഷ സോഷ്യൽ വർക്ക് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായ അനീറ്റ ഇടുക്കി തൊടുപുഴ ആനക്കല്ലിങ്കൽ സിബി അന്നക്കുട്ടി ദമ്പതികളുടെ മകളാണ്. ഇത് 3ാം തവണയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മീറ്റിൽ ജാവലിൻ ത്രോയിൽ സ്വർണം കരസ്ഥമാക്കുന്നത്. ക്രൈസ്റ്റ് കോളേജ് പരിശീലകൻ സേവിയറിന്റെ കീഴിലാണ് പരിശീലനം. സ്കൂൾ കായികമേളയിലെ കുത്തക ശക്തികളിൽ ഒന്നായിരുന്ന കോതമംഗലം സെന്റ് ജോർജ് സ്കൂളിൽ നിന്നാണ് ജാവലിൻ കയ്യിലെടുത്തത്. സ്കൂളിലെ കോച്ച് രാജീവ് പോളിന്റെ കീഴിലെ പരിശീലനത്തിലായിരുന്നു മികച്ച കായിക താരത്തിലേക്കുള്ള ഉയർച്ച. ട്രാക്കിനെ ആവേശ ചൂടുപിടിപ്പിച്ച് 4x100 മീറ്റർ റിലേ മത്സരങ്ങൾ. വനിതകളുടെ വിഭാഗത്തിൽ മേഴ്സി കോളേജ് പാലക്കാടിലെ R. രവീണ, M. ഐശ്വര്യ, കീർത്തി സുരേഷ്, S. മേഘ എന്നിവരടങ്ങിയ ടീം സ്വർണം നേടി. പുരുഷ വിഭാഗത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിനാണ് സ്വർണം. M. ഹിഷാം, മുഹമ്മദ് ഫുലൈൽ, രാഹിൽ സക്കീർ, CS മോറിയന്റസ് എന്നിവരായിരുന്നു ടീമിലെ താരങ്ങൾ. മീറ്റിൽ 110 മീറ്റർ ഹാർഡിൽസിൽ രാഹിൽ വെള്ളിയും ലോങ് ജമ്പിൽ മോറിയൻ സ്വർണവും നേടിയിരുന്നു. R. രവീണയും മീറ്റിലെ ഹാർഡിൽസിൽ സ്വർണ്ണ മെഡൽ ജേതാവാണ്. മൊന്നലാംകുന്ന് ബീച്ചിൽ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചത് നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി. വ്യാഴാഴ്ച രാത്രി 10-നാണ് സംഭവം. തീ ആളിക്കത്തുന്നത് കണ്ട നാട്ടുകാർ ഗുരുവായൂർ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു. തുടർന്ന് സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ അണച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സിജിൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ദീപു, കിഷോർ, സുമൻ, സതീഷ് കുമാർ, PK ജോയ്, ആനന്ദ് എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷത്തിനോടനുബന്ധിച്ചുള്ള പ്രസാദ ഊട്ടിനെത്തുന്നത് ആയിരങ്ങൾ. കേരളത്തിൽ തിരുവാതിര ആഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ചൊവ്വലൂർ ശിവക്ഷേത്രം. നെടുമംഗലത്തിനും കന്യകമാർക്ക് മംഗല്യ സൗഭാഗ്യത്തിനും ശ്രീപാർവതിക്ക് പട്ടും താലിയും ചാർത്തലും ഉമാമഹേശ്വരന്മാർക്ക് മംഗല്യപൂജയും പ്രധാന വഴിപാടായ ക്ഷേത്രത്തിൽ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ദിനംപ്രതി ആയിരങ്ങളാണ് എത്തിച്ചേരുന്നത്.
ഓരോ ദിവസവും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തർക്കായി പ്രാതലും ഉച്ചഭക്ഷണവും അത്താഴവും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്നുണ്ട്. ഡിസംബർ 23 മുതലാണ് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി പ്രസാദഊട്ട് ആരംഭിച്ചത്. ഡിസംബർ 22 നടന്ന കലവറ നിറയ്ക്കൽ ചടങ്ങോടുകൂടിയാണ് ക്ഷേത്ര കലവറ സജീവമാകുന്നത്. ഭക്തജനങ്ങൾ സംഭാവനയായി നൽകുന്ന പലചരക്ക് സാമഗ്രികളും പച്ചക്കറികളുമാണ് പ്രധാനമായും ഭക്ഷണം തയ്യാറാക്കാനായി ഉപയോഗിക്കുന്നത്. രാവിലെ ചായ, ഉപ്പുമാവ് എന്നിവയും തുടർന്ന് 12 മണിവരെ കഞ്ഞിയും പുഴുക്കും, ഉച്ചയ്ക്ക് പായസത്തോടുകൂടി വിഭവസമൃദ്ധമായ സദ്യ, ഉച്ചതിരിഞ്ഞ് ചായ, എണ്ണക്കടി, രാത്രി അത്താഴം എന്നിവയാണ് ക്ഷേത്രത്തിൽ നൽകി വരുന്നത്. മികച്ച പാചകക്കാരുടെ കൈപുണ്യത്തിലാണ് ഭക്ഷണം ഒരുക്കുന്നത്. വർഷങ്ങളായി തുടർന്നു വരുന്ന രീതി അനുസരിച്ച് തട്ടകത്തിലെ ഭക്തർ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭഗവാന്റെ പ്രസാദമായി ലഭിക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്. ഓരോ ദിവസവും 1000 മുതൽ 1200 വരെയുള്ള ഭക്തജനങ്ങളാണ് ഭക്ഷണം കഴിച്ച് ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് സംതൃപ്തരായി മടങ്ങുന്നത്. ക്ഷേത്രത്തിലെത്തുന്നവരുടെ വയറ് നിറയുമ്പോഴാണ് തങ്ങളുടെ മനം നിറയുന്നത് എന്ന നിലപാടിലാണ് പ്രസിഡന്റായ ബാലകൃഷ്ണൻ നരിയമ്പുള്ളിയും മറ്റ് ക്ഷേത്ര കമ്മിറ്റിക്കാരും. ബാലകൃഷ്ണൻ, കഴിഞ്ഞ 12 ദിവസമായി വന്ന ആയിരക്കണക്കായ ഭക്തർക്ക് നമ്മളിവിടെ ഭക്ഷണം നൽകുകയുണ്ടായി. രാവിലെ മുതൽ രാത്രി വരെയുള്ള ഭക്ഷണങ്ങൾ എങ്ങനെയായിരുന്നു അതിൻ്റെ? അതികാലത്ത് 6:30 മുതൽ ചായ, ഉപ്പുമാവ് അതിനനുസരിച്ചിട്ട് കൊടുക്കും. അത് കഴിഞ്ഞാൽ 8 മണി മുതൽ 11:30 വരെ കഞ്ഞി പുഴുക്ക്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ 12 ദിവസങ്ങളിലും കഞ്ഞി പുഴുക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ 12 മണി മുതൽ ഊണായി. അത് കഴിഞ്ഞ് 2:30-3 വരെ അത് തുടരാറുണ്ട്. അത് കഴിഞ്ഞൊരു ചായ, എന്തെങ്കിലും ഒരു ലഘു കൊടുക്കും. രാത്രി കലാപരിപാടിക്ക് വരുന്ന എല്ലാ ടീമുകൾക്കും ഭക്ഷണം കൊടുത്തിട്ടാണ് ഇവിടുന്ന് വിടുക. സമാപന ദിവസം 1500 മുതൽ 2000 വരെ ഭക്തർ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിലാണ് കമ്മിറ്റി ഭാരവാഹികൾ. മിനിമം നോക്കിയാൽ നമുക്ക് 1500-2000 പേരിന് കണക്കാക്കാൻ പറ്റും ഒരു ദിവസം. ഊണ് തന്നെ കഞ്ഞി പുഴുക്ക് വേറെ, ഉച്ചയ്ക്ക് ഊണ് മാത്രം 2000. അതേപോലെ രാത്രി എങ്ങനെ പോയാലും ഒരു 500-600 പേരുണ്ട് അന്നദാനം കഴിക്കാനായിട്ട് രാത്രിക്ക്. പുഴുക്കിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറാവുമ്പോൾ ഒരു 40 കിലോ 45 കിലോ ഇത് പയർ തന്നെ വേണം. അതിലേക്ക് മറ്റുള്ള സാധനങ്ങൾ പച്ചക്കറികൾ വേറെ ഉണ്ട്. ഒരു 100 കിലോ ഇതാണെങ്കിൽ പയറാണെങ്കിൽ മത്തങ്ങയാണ് പുഴുക്കിലേക്ക്. അപ്പോൾ ഒരു 100 കിലോ മത്തങ്ങയുണ്ട്. മുതിരയാകുമ്പോൾ അതിലേക്ക് ഇടിച്ചക്കയാണ്. ഇടിച്ചക്ക ഒരു 50 കിലോ ഇടിച്ചക്ക. മഹാദേവന്റെ ജന്മനക്ഷത്രമായ തിരുവാതിര ആഘോഷിക്കുന്ന ശനിയാഴ്ച കൂവ പായസത്തോടു കൂടിയാണ് ഭക്തർക്കായി ഭക്ഷണമൊരുക്കുന്നത്. ചൊവ്വന്നൂർ ശിവക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഊട്ടുസദ്യ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ കഴിഞ്ഞ 12 ദിവസങ്ങൾക്കുള്ളിൽ ഏകദേശം 18,000-ൽ പരം വരുന്ന ആളുകളാണ് ഇവിടെ വന്ന് ഭഗവാന്റെ പ്രസാദമായിട്ടുള്ള ഈ അന്നദാനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ക്യാമറമാൻ ശരത് താമരയൂരിനോടൊപ്പം ജോസ് മാളിയേക്കൽ. ചൊവ്വലൂർ ശിവക്ഷേത്ര സന്നിധിയിൽ തിരുവാതിരക്കളിയുടെ ചുവടുകളുമായി കളം നിറഞ്ഞ മലയാളി മംഗമാർ. തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രമൈതാനിയിൽ ഡിസംബർ 23 ആരംഭിച്ച തിരുവാതിരക്കളി ശനിയാഴ്ച സമാപിക്കും. ശങ്കരനും പാർവതിയും മലയാളത്തിന്റെ തനത് കലാരൂപമാണ് തിരുവാതിരക്കളി. മഹാദേവന്റെ പിറന്നാൾ ആഘോഷമായ തിരുവാതിരയെ വരവേൽക്കുന്നതിന്റെ ഭാഗമായാണ് ക്ഷേത്ര മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ താളത്തിൽ പാട്ടുകൾ പാടി ചുവടുകൾ വെച്ചും കൈകൾ കൊട്ടിയും കുമ്മിയടിച്ചും പാതിരാപ്പൂച്ചൂടി മലയാളിത്വം തുളുമ്പുന്ന സെറ്റ് സാരിയുമുടുത്താണ് വിവിധ പ്രായത്തിലുള്ള പെൺകുട്ടികളും സ്ത്രീകളും തിരുവാതിരക്കളിയിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്തിന്റെയും തൃശൂർ ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തിരുവാതിരക്കളി സംഘങ്ങളാണ് ചൊവ്വല്ലൂരപ്പന്റെ സന്നിധിയിൽ തങ്ങളുടെ കലാപ്രകടനം കാഴ്ചവെച്ചത്. പ്രമുഖ ക്ഷേത്രങ്ങളിലെ മാതൃസമിതികളുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളാണ് കലാപ്രകടനം നടത്തിയവരിൽ ഏറെയും. പ്രായം തോൽപ്പിക്കാത്ത ചുറുചുറുക്കോടെ 70 പിന്നിട്ടവരുൾപ്പെടെയുള്ളവർ തിരുവാതിരയുടെ ചുവടുകളുമായി കാണികളെ വിസ്മയിപ്പിച്ചത്. ഒരു ദിവസം തന്നെ 4ഉം 5ഉം സംഘങ്ങളാണ് ചൊവ്വല്ലൂർ ക്ഷേത്രനടയിൽ തങ്ങളുടെ കലാർപ്പണത്തിനെത്തിയത്. കലാപ്രകടനം കാഴ്ചവെച്ചവരെ ക്ഷേത്രം വക ഉപഹാരം നൽകി ആദരിക്കുന്ന പതിവുമുണ്ട്. ഓരോ വർഷവും ചൊവ്വല്ലൂർ ക്ഷേത്ര സന്നിധിയിലെത്തി തങ്ങളുടെ കലാപ്രകടനം അവതരിപ്പിക്കുക എന്നത് നിയോഗമായാണ് തിരുവാതിര സംഘങ്ങൾ കാണുന്നത്.
പോർക്കുളം പഞ്ചായത്തിൽ വേദക്കാട് പാടശേഖരങ്ങളിലെ കൊയ്ത്ത് തുടങ്ങി. കൊയ്ത്ത് മെതിയന്ത്രം ഉപയോഗിച്ചാണ് കൊയ്ത്ത് നടക്കുന്നത്. മികച്ച വിളവ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഉമാവിത്താണ് കർഷകർ ഇത്തവണ കൃഷി ചെയ്തിട്ടുള്ളത്. 8 ഏക്കറോളം പാടത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഒരാഴ്ച കൊണ്ട് കൊയ്ത്ത് പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ബൈക്കുകൾ കൂട്ടിയിടിച്ച് കൂറ്റനാട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. നൊട്ടത്തുവളപ്പിൽ 34 വയസ്സുള്ള പ്രതീഷ് പരമേശ്വരനാണ് മരിച്ചത്. കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം വ്യാഴാഴ്ച രാത്രി 10:15 അപകടം. അഞ്ഞൂർ റോഡ് പെട്രോൾ പമ്പിന് സമീപം കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും വന്നിരുന്ന കാറും എരമംഗലം ഭാഗത്തു നിന്നും വന്നിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ അയിരൂർ തെക്കന്തയം സ്വദേശി വിനായിനി വീട്ടിൽ ഷനീബിനെ കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനത്തിന് ഗുരുവായൂരിൽ തുടക്കമായി. ടൗൺ ഹാളിന് മുന്നിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി പ്രേമാനന്ദകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജാഥ പടിഞ്ഞാറേ നടയിൽ സമാപിച്ചു. തുടർന്ന് കൃഷ്ണപിള്ള ചത്തുരത്തിൽ നടന്ന പൊതുസമ്മേളനം ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് OV ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം CK തോമസ്, ജില്ലാ സെക്രട്ടറി TC നിമൽ, KK വത്സലൻ, സെബി ജോസ്, PA സോമസുന്ദരൻ, സുഭാഷ് G കോലഴി തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. ശനിയാഴ്ച രാവിലെ 8:45 ആരംഭിക്കുന്ന ബിൽഡ് എക്സ്പോ ഗുരുവായൂർ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ KK ജ്യോതിരാജും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുൻ മന്ത്രി AC മൊയ്തീൻ MLAയും ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യം ആനന്ദം ഹെൽത്തി വൈബ് ക്യാമ്പയിന്റെ ഭാഗമായി വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വടക്കേക്കാട് CHCയിൽ ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ജനങ്ങളിൽ വ്യായാമം, നല്ല ഭക്ഷണശീലം, മാനസികാരോഗ്യം, ലഹരി വസ്തുക്കളുടെ വർജനം എന്നിവ ലക്ഷ്യമാക്കിയാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. വടക്കേക്കാട് CHC ജീവനക്കാരും ആശാപ്രവർത്തകരും ചേർന്നാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ ബോധവൽക്കരണ സന്ദേശം നൽകി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ K സുജിത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്ര സൂപ്രണ്ട് ഡോക്ടർ ബ്ലെസി പോൾ അധ്യക്ഷനായി. സീനിയർ ക്ലർക്ക് സുധീർ സംസാരിച്ചു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. ജനുവരി 10, 11, 12 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ ആഘോഷിക്കുന്ന 279ാം തിരുനാൾ ആഘോഷത്തിന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര കൊടിയേറ്റം നിർവഹിച്ചു. കുന്നംകുളം യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റത്തിനോടനുബന്ധിച്ച് തിരുനാൾ വിളംബരം നടത്തി. 10-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. ശനിയാഴ്ച രാവിലെ കൂട് തുറക്കൽ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ കാർമ്മികനാകും. വൈകിട്ട് അമ്പ്, കിരീടം, തിരുശേഷിപ്പ് എന്നിവയുടെ സമാപനവും തുടർന്ന് സംയുക്ത മേളവും വർണ്ണമഴയും ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച പ്രസിദ്ധേന്തി വാഴ്ചയ്ക്കും ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്കും ഭരണങ്ങാനം MST മൈനർ സെമിനാരി പ്രൊഫസർ ഫാദർ ജിജോ കൊട്ടക്കാവിൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ ജോസഫ് ബ്രഹ്മകുളം തിരുനാൾ സന്ദേശം നൽകും. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിജോ മാളിയേക്കൽ സഹകാർമ്മികനാകും. വൈകിട്ട് 4 മണിക്കുള്ള ദിവ്യബലിക്ക് ഫാദർ ജിമ്മി പൊന്നത്ത് കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും വർണ്ണമഴയും ബാൻഡുവാദ്യ മത്സരവും അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ മരിച്ചുപോയവർക്കു വേണ്ടിയുള്ള കുർബാനയും വൈകിട്ട് ഗാനമേളയും നടക്കും. 18-ാം തീയതി ഞായറാഴ്ച 8-ാമിട ആചരണ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ടിങ്കിൾ വാഴപ്പള്ളി കാർമ്മികനാകും. വൈകിട്ട് 6 മണിക്ക് ഇടവക ദിനവും കുടുംബ കൂട്ടായ്മ സംയുക്ത വാർഷികവും ജൂബിലി വർഷ സമാപനവും മെൽബൺ രൂപത എമിറേറ്റീസ് ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഇടവകാംഗങ്ങൾ അവതരിപ്പിക്കുന്ന സൈന്യാധിപൻ എന്ന നാടകത്തിന്റെ അവതരണം നടക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡെയ്സൺ മുണ്ടോപ്പുറം, കൈക്കാരന്മാരായ KL ലോയിഡ്, വർഗീസ് ആന്റണി, ജോഫി ജോസഫ്, ജനറൽ കൺവീനർമാരായ ജോപോൾ ആലപ്പാട്ട്, ഷോബി റൊണാൾഡ്, സബ് കമ്മിറ്റി കൺവീനർമാർ എന്നിവർ നേതൃത്വം നൽകും.
ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റ് നിർവഹിച്ചു. ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി KP ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി അംഗം K ജയകുമാർ, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ P ശങ്കുണ്ണിരാജ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ K സുരേഷ് ബാബു, AK രാധാകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ RS രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞായറാഴ്ച ഉത്സവ ബലിയും തിങ്കളാഴ്ച പള്ളിവേട്ടയും നടക്കും. ചൊവ്വാഴ്ച ആറാട്ടോടെ ഉത്സവം കൊടിയിറങ്ങും. 4 ദിവസമായി നടക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കുന്നംകുളം സെന്റർ കൺവെൻഷന് തുടക്കമായി. വ്യാഴാഴ്ച വൈകിട്ട് 7-ന് സഭയുടെ പോർക്കുളത്തുള്ള രഹബോത്ത് നഗറിൽ നിലമ്പൂർ ക്രിസ്ത്യാനി ബീറ്റ്സിന്റെ സംഗീത ശുശ്രൂഷയോടെയാണ് കൺവെൻഷൻ ആരംഭിച്ചത്. സഭയുടെ ഗോൾഡൻ ജൂബിലി കൺവെൻഷൻ കുന്നംകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ K സാമുവൽ അധ്യക്ഷത വഹിച്ചു. വിവിധ ദിവസങ്ങളിലായി പാസ്റ്റർമാരായ ജോൺസൺ ഡാനിയൽ, വർഗീസ് എബ്രഹാം, ഫെയ്ത്ത് ബ്ലസൻ, റിജി മാത്യു എന്നിവർ വചനപ്രഘോഷണം നടത്തും. ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ജനുവരി 3-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ജൂബിലിയുടെ ഭാഗമായി പുറത്തിറക്കുന്ന സോവിനിയറിന്റെ പ്രകാശനം MP നിർവഹിക്കും. 4-ാം തീയതി വിശുദ്ധ സംയുക്ത യോഗത്തിന്റെ കൺവെൻഷൻ സമാപിക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ പരിപാടികൾക്ക് സെന്റർ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ K A വർഗീസ്, സെക്രട്ടറി പാസ്റ്റർ MR ബാബു, ട്രഷറർ ബ്രദർ TK ജോൺസൺ, ജോയിന്റ് സെക്രട്ടറി ബ്രദർ PK ദേവസി, പബ്ലിസിറ്റി കൺവീനർ പാസ്റ്റർ CK കൊച്ചുണ്ണി എന്നിവർ നേതൃത്വം നൽകും. ദൈവത്തിന്റെ കൈപ്പണിയായ മനുഷ്യൻ, ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിർമ്മിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവത്തിനുണ്ടായ അതീവമായ ഹൃദയവ്യഥകൾ നമുക്കറിയാം. നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ സമുദ്ധരിക്കുവാൻ പാപമെന്ന സമൃദ്ധമായ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം വരുത്തി പാപനിമിത്തം ദൈവവുമായുള്ള ബന്ധമറ്റുപോയ മനുഷ്യനെ പവിത്രനാക്കി ശുദ്ധരാക്കി ദൈവത്തോട് അടുപ്പിക്കുവാൻ കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ വാർഷിക പെരുന്നാളും പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവയുടെ ഓർമ്മ പെരുന്നാളിന് തുടക്കമായി. ഇന്ന് വൈകിട്ട് 6:45-ന് സന്ധ്യാ നമസ്കാരം, തുടർന്ന് കൊടിയും കുരിശുമായി പെരുന്നാൾ പ്രദക്ഷിണം പട്ടാമ്പി റോഡ്, മോസ്കോ റോഡ്, ഫയർ സ്റ്റേഷൻ റോഡ്, പാലസ് റോഡ് വഴി പള്ളിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് ആശീർവാദവും ദേശക്കാരുടെ വാദ്യാഘോഷങ്ങൾ ആരംഭിച്ചു. നാളെ രാവിലെ 7:30-ന് പ്രഭാത നമസ്കാരം, 8:30-ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, 10:30-ന് സ്നേഹവിരുന്ന്, വൈകിട്ട് 4-ന് ദേശക്കാരുടെ വാദ്യാഘോഷങ്ങൾ പള്ളിക്ക് മുന്നിൽ നടക്കും. തുടർന്ന് 5:30-ന് സമാപന പ്രദക്ഷിണം, പൊതുസദ്യ എന്നിവ ഉണ്ടാകും. വികാരി ഫാദർ ജോസഫ് ജോസ്, കൈക്കാരൻ TM വർഗീസ്, സെക്രട്ടറി സിഞ്ചു സജിൻ P എന്നിവർ പെരുന്നാൾ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തിരുകത്തുകാവ് ഭഗവതിക്ക് താലപ്പൊലി സംഘത്തിന്റെ വകയായുള്ള പിള്ളേര് താലപ്പൊലി തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുലർച്ചെ 3-ന് നിർമ്മാല്യ ദർശനത്തോടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കും. തുടർന്ന് വാകച്ചാർത്ത്, ദീപാലങ്കാരം, നിറമാല, ചുറ്റുവിളക്ക്, കേളി, കളമെഴുത്തുപാട്ട് എന്നിവയുണ്ടാകും. മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ അഷ്ടപതി, ഭക്തിപ്രഭാഷണം, കുച്ചുപ്പുടി, കളരിപ്പയറ്റ്, ഭരതനാട്യം, വീരനാട്യം എന്നിവയുണ്ടാകും. ഉച്ചയ്ക്ക് 12-ന് നടയടച്ച് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളും. കൊമ്പൻ ഇന്ദ്രസൻ കോലമേറ്റും. ശ്രീധരൻ, രവികൃഷ്ണൻ എന്നീ ആനകൾ ഇടം വലം അണിനിരക്കും. പുറത്തേക്ക് എഴുന്നള്ളിപ്പിൽ ചോറ്റാനിക്കര വിജയൻ, ചെർപ്പുളശ്ശേരി ശിവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയാകും. എഴുന്നള്ളിപ്പ് സത്രം ഗേറ്റിന് സമീപമെത്തിയാൽ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ മേളത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിപ്പ് കല്യാണ മണ്ഡപത്തിനടുത്തെത്തിയാൽ ഭഗവതിയുടെ കോമരം സുരേന്ദ്രൻ നായർ ഉറഞ്ഞുതുള്ളി പറച്ചൊരിയും. ഭക്തരുടെ വഴിപാടായി നെല്ല്, അരി, മഞ്ഞൾ, മലർ, നാണയം തുടങ്ങി ദ്രവ്യങ്ങൾ നിറച്ച 1500ഓളം പറകളാണ് ഒരുക്കുന്നത്. തുടർന്ന് കുളപ്രദക്ഷിണവുമുണ്ടാകും. താലപ്പൊലി സംഘം പ്രസിഡന്റ് N പ്രഭാകരൻ നായർ, സെക്രട്ടറി E കൃഷ്ണാനന്ദ്, GG കൃഷ്ണൻ, മോഹൻദാസ് ചേലനാട്, KT രാധാകൃഷ്ണൻ നമ്പീശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ പുതുവത്സര ദിനത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയത്തിൽ പാവർട്ടിയിൽ നടത്തിയ സെമിനാർ സാംസ്കാരിക പ്രവർത്തകനും മുൻ ഗുരുവായൂർ MLA-യുമായ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KA വിശ്വംഭരൻ അധ്യക്ഷനായി. സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ്, ലൈബ്രറി കൗൺസിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് TN ലെനിൻ, ജോയിന്റ് സെക്രട്ടറി PG സുബിദാസ്, ജില്ലാ കൗൺസിൽ അംഗം KK മനോജ്, NJ ജെയിംസ് എന്നിവർ സംസാരിച്ചു.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ലൈബ്രറി പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. പുല്ലും കാടും പിടിച്ച് പൊന്തക്കാടിൽ നിന്നിരുന്ന ഗാന്ധി പ്രതിമയ്ക്ക് പൊൻതിളക്കം. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ ജയശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് സഹപ്രവർത്തകർ പഴഞ്ഞി ഹെൽത്ത് സെന്ററിന് സമീപം സ്ഥിതി ചെയ്യുന്ന ലെപ്രസി ക്ലിനിക് ശുചീകരിച്ചത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി 10 വർഷത്തിനു ശേഷം കാട്ടകമ്പാലിൽ അധികാരത്തിൽ വന്നപ്പോൾ നടത്തിയ ആദ്യ മാറ്റമാണ് പുതുവർഷത്തിൽ കണ്ടത്. ശുദ്ധീകരണ പ്രക്രിയ പൂർത്തീകരിച്ച ഗാന്ധി പ്രതിമ സ്ഥിതി ചെയ്യുന്ന ക്ലിനിക്കിന്റെ വളപ്പിൽ സഹപ്രവർത്തകരോടൊപ്പം സന്ദർശനം നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ ഗാന്ധി പ്രതിമയിൽ പുഷ്പഹാരം അണിയിച്ചു. ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. MS മണികണ്ഠൻ, സാംസൺ പുലിക്കോട്ടിൽ, അഡ്വക്കേറ്റ് VC ലത്തീഫ്, MA അബ്ദുൾ റഷീദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, മെമ്പർമാരായ KM റസാഖ്, ചന്ദ്രവതി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രാവൺ സിദ്ധാർത്ഥ് തുടങ്ങിയവർ സംസാരിച്ചു. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാളാണ് ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. തിരുനാളിന്റെ ഭാഗമായി കൊടിയേറ്റം മുതൽ നവനാൾ തിരുകർമ്മങ്ങൾ നടന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണി മുതൽ രാത്രി 10 മണി വരെ കിഴക്കാളൂർ യൂത്ത് ഒരുക്കിയ ബാൻഡുമേളം അരങ്ങേറി. ശനിയാഴ്ച ഇടവക സ്ഥാപക വാർഷിക ദിനത്തോടനുബന്ധിച്ച് വൈകിട്ട് 6-ന് സരിതപുരം ഇടവക വികാരി ഫാദർ തോമസ് വേലക്കാരൻ കാർമ്മികനായി ദിവ്യബലിയും വൈകിട്ട് 7-ന് പള്ളിയങ്കണത്തിൽ പ്രശസ്ത ഗായകർ അണിനിരക്കുന്ന ഗാനമേള അരങ്ങേറും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 9-ന് ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾ നടക്കും. ആമ്പല്ലൂർ സ്പിരിച്വൽ ആനിമേഷൻ സെന്റർ ഡയറക്ടർ ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികനാകും. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണമുണ്ടാകും. വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ, കൈക്കാരന്മാരായ ബെഫിൻ അറങ്ങാശ്ശേരി, ജോയ് പാലയൂർ, ജനറൽ കൺവീനർ വിൻസെന്റ് ചുങ്കത്ത് എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. മണലാംകുന്ന് കടപ്പുറത്ത് ഈ സീസണിലെ ആദ്യ കടലാമയെത്തി മുട്ടയിട്ടു. വ്യാഴാഴ്ച രാത്രിയിലാണ് കടലാമ തീരത്തെത്തി മുട്ടയിട്ട് തിരിച്ച് കടലിലേക്ക് ഇറങ്ങിപ്പോയത്. 120ഓളം മുട്ടകളുണ്ട്. മണലാംകുന്ന് കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകർ ആമയ്ക്ക് സംരക്ഷണം ഒരുക്കി. പ്രവർത്തകരായ നവാസ് കിഴക്കൂട്ട്, സലിം പുത്തൻപുരയിൽ, NB നവാസ്, നിസാർ തേച്ചമ്പുരയ്ക്കൽ, ഹംസ പാലക്കൽ എന്നിവർ നേതൃത്വം നൽകി. സിറിയക് ഏലിയാസ് അസോസിയേഷൻ ഫോർ ഡെവലപ്മെന്റ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ജനുവരി 4-ന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1977-ൽ സെന്റ് ജോർജ് ആശ്രമത്തിലെ അംഗമായ ഫാദർ ജോസ് പൈനാടത്ത് കള്ളിവളപ്പിൽ അടുപ്പുട്ടി മേഖലയിലെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കി ആരംഭിച്ച സീഡിന്റെ 50-ാം വാർഷികാചരണത്തിന്റെ ഭാഗമായുള്ള സുവർണ ജൂബിലി ഉദ്ഘാടനം, ചാവറ തിരുനാൾ, ക്രിസ്മസ്, പുതുവത്സരാഘോഷം എന്നീ പരിപാടികളാണ് ഞായറാഴ്ച ഗുഡ് ഷെപ്പേർഡ് ആശ്രമത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. അടുപ്പുട്ടിയിലെ പട്ടയം ഇല്ലാത്തവർക്ക് പട്ടയം ലഭ്യമാക്കിയും കാറ്റിലും മഴയത്തും വാസയോഗ്യമല്ലാതായ വീടുകൾ പുനർനിർമ്മിച്ചും വെള്ളവും വെളിച്ചവും എത്തിച്ചും റോഡ് നിർമ്മിച്ചു നൽകിയും ഡോക്ടർമാരെ സംഘടിപ്പിച്ച് സൗജന്യ മെഡിക്കൽ പരിശോധനകൾ നടത്തിയും മേഖലയിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തിയാണ് സീഡിൻ്റെ ആദ്യകാല പ്രവർത്തനം നടന്നിരുന്നത്. ഞായറാഴ്ച വൈകിട്ട് തൃശൂർ ദേവമാതാ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോയ്സ് എലുവത്തിങ്കൽ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. സീഡ് രക്ഷാധികാരി ഫാദർ വിജു കോലങ്കണ്ണി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സീഡ് ഡയറക്ടർ ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ ആമുഖ പ്രഭാഷണം നടത്തും. അടുപ്പുട്ടി FCC കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഹിത, സീഡ് പ്രസിഡന്റ് MT പോൾസൺ, സെക്രട്ടറി CF റോബിൻ, വനിതാ വിഭാഗം ജാൻസി ആൻഡോ എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ സീഡ് ഡയറക്ടർ ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ, ഭാരവാഹികളായ MT പോൾസൺ, CF റോബിൻ, ബാബു പള്ളിപ്പുറത്ത്, TJ തോംസൺ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി കരിയന്നൂർ സെന്ററിൽ ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഒരാഴ്ചയിലധികമായി വൻതോതിലുള്ള കുടിവെള്ളമാണ് ഇവിടെ ഒഴുകിപ്പോകുന്നത്. നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കടങ്ങോട്, എരുമപ്പെട്ടി, കടവല്ലൂർ പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന കടങ്ങോട് ശുദ്ധജല വിതരണ പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. അക്കിക്കാവ് മാർ ഒസ്താത്തിയോസ് കോളേജിൽ നടന്നുവന്ന കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ VHSC NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സജ്ജം സമാപിച്ചു. പഴയ പത്രങ്ങൾ ശേഖരിച്ച് സമാഹരിച്ച തുക ഉപയോഗിച്ച് വാങ്ങിയ വീൽചെയർ കടവല്ലൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ അബ്ദുൾ റസാഖ് കുന്നംകുളം പേനിയൻ പാലിയേറ്റീവ് സെക്രട്ടറി KM ഗഫൂറിന് നൽകിക്കൊണ്ടാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്.
സ്കൂൾ PTA പ്രസിഡന്റ് P. വേണുഗോപാൽ യോഗത്തിൽ അധ്യക്ഷനായി. ക്യാമ്പ് പ്രൊജക്ടുകളെക്കുറിച്ച് അധ്യാപിക ശ്രീദേവി വിശദീകരിച്ചു. പ്രിൻസിപ്പാൾ വിജയലക്ഷ്മി, AB ബിനേഷ്, ജസ്ന ടീച്ചർ എന്നിവർ സംസാരിച്ചു. മഞ്ഞുരുക്കം, മാനസഗ്രാമം, വിവിധ സർവേകൾ, സെമിനാർ, മഹാസഭ, ഫിനോയിൽ നിർമ്മാണവും വിൽപ്പനയും, വർജ്യം, സിഗ്നേച്ചർ ക്യാമ്പയിൻ, പ്രാണവേഗം, നാടകക്കളരി, നാടൻപാട്ട് ശീലുകൾ, മോട്ടിവേഷൻ ക്ലാസുകൾ എന്നിങ്ങനെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. ക്യാമ്പിന്റെ ആദ്യ ദിവസം വീണ് കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇടേണ്ടി വന്നിട്ടും വീൽചെയറിൽ ഇരുന്നുകൊണ്ട് ക്യാമ്പിന് നേതൃത്വം നൽകിയ NSS പ്രോഗ്രാം ഓഫീസർ ജാലക്സിയുടെ പ്രവർത്തനം ശ്രദ്ധേയമായി. ഐക്യ ആർട്ട് ഫോമിന്റെ നേതൃത്വത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതുശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഐക്യ ആർട്ട് ഫോം നിരന്തരമായി നടത്തിവരുന്ന വിവിധ കലാരൂപങ്ങളിലുള്ള വർക്ക്ഷോപ്പുകളുടെ ഭാഗമായാണ് ജനുവരി 3 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ ദശദിന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ കലാരംഗത്ത് അറിയപ്പെടുന്ന പ്രതിഭാധനരായ കലാകാരന്മാർ വിഷയാവതരണം നടത്തുന്ന ക്യാമ്പിന് ചരിത്രകാരൻ പ്രൊഫസർ ശിവജി K. പണിക്കർ നേതൃത്വം നൽകും. കലാമേഖലയിൽ വിവിധ രംഗങ്ങളിലുള്ള മുൻകൂട്ടി രജിസ്ട്രേഷൻ നടത്തിയ 18 പേർക്കാണ് ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഐക്യ പ്രസിഡന്റ് ദീപക് P. വാങ്കഡെ, സെക്രട്ടറി TP ബിബുരാജ്, ട്രഷറർ NS അജിത്ത്, ഡയറക്ടർ TP ബാബുരാജ് എന്നിവരടങ്ങുന്ന ഓർഗനൈസിംഗ് കമ്മിറ്റിയാണ് വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകുന്നത്. അലേഖ്യ വിഷ്വൽ ആർട്ട് പ്രാക്ടീഷണർ TR സുനിൽ ലാൽ ശില്പശാലയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കും. ഐക്യ ആർട്ട് ഫോം ഡയറക്ടർ TP ബാബുരാജ്, KA രാമചന്ദ്രൻ, ഡോക്ടർ NS അജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ 5000-ഓളം രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ അൻസാർ കാർണിവൽ 2026 എന്ന പേരിൽ ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന മെഗാ കാർണിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ അൻസാർ ക്യാമ്പസിൽ നടക്കുന്ന മെഗാ കാർണിവലിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് മുഖ്യാതിഥിയാകും. കാർണിവലിന്റെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിക്കും. കാർണിവലിലെ മുഴുവൻ സ്റ്റാളുകളും മറ്റ് ഇവന്റുകളും ഉൾപ്പെടെ നേരിട്ട് നടത്തി വിദ്യാർത്ഥികൾക്കും ക്യാമ്പസിലെ അധ്യാപക അനധ്യാപകർക്കും സ്കൂളിലെ രക്ഷിതാക്കൾ കാർണിവലിലൂടെ വേറിട്ട മാതൃക സൃഷ്ടിക്കുകയാണെന്ന് അൻസാർ സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹികൾ വ്യക്തമാക്കി. കാർണിവലിൽ രക്ഷിതാക്കൾക്കിടയിലെ സംരംഭകരെ പരിപോഷിപ്പിക്കുന്നതിനും അവരെ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിനുമായി 40-ലധികം ബിസിനസ് സ്റ്റാളുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ബിസിനസ് സ്റ്റാളുകളുടെ ഉദ്ഘാടനം കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കലാസംവിധാനത്തിന് സംസ്ഥാന പുരസ്കാരം ലഭിച്ച അജയൻ ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്യും. അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിക്കും. രക്ഷിതാക്കൾ പങ്കെടുക്കുന്ന പാചക മത്സരത്തിൽ സെലിബ്രിറ്റി ഷെഫ് തസ്നി ബഷീർ മുഖ്യ വിധികർത്താവായിരിക്കും. ഇന്ററാക്റ്റീവ് ഗെയിംസും കുട്ടികളുടെ കലാപരിപാടികളും മറ്റ് വിനോദോപാധികളും കാർണിവലിന് നിറക്കൂട്ടേകും. വിനോദത്തോടൊപ്പം വിജ്ഞാനവും പകരുന്നതിനായി അക്വാപോണിക്സ്, പേഴ്സണൽ ബ്രാൻഡിംഗ്, കരിയർ ഗൈഡൻസ്, പബ്ലിക് സ്പീക്കിംഗ്, ദന്തശുചിത്വം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ അതതു മേഖലയിലെ പ്രമുഖർ നയിക്കുന്ന ക്ലാസുകളും ഉണ്ടായിരിക്കും. IPHന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുസ്തകമേളയും ആരോഗ്യരംഗത്തെ വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പും കാർണിവലിന്റെ പ്രധാന ആകർഷണങ്ങളായിരിക്കുമെന്ന് ഭാരവാഹികളായ PTSC ചീഫ് മെന്റർ നൂറുൽ ഹക്ക്, അസിസ്റ്റന്റ് മെന്റർ അസീന മുനീർ എന്നിവർ വ്യക്തമാക്കി. നെല്ലുവായി ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് കടലാസ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ ക്ഷേത്ര പരിസരം എരുമപ്പെട്ടി പഞ്ചായത്ത് ഹരിതകർമ്മസേനാംഗങ്ങൾ ശുചീകരിച്ചു. VK ബിനിഷ, CS സജനത്ത്, VK സഫിയ, KG ബബിത, KT ജാനകി എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പുതുവത്സരത്തോടനുബന്ധിച്ച് കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികളും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ചേംബർ ഹാളിൽ നടന്ന ന്യൂ ഇയർ ഈവ് പ്രോഗ്രാം ചേംബർ പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ബിനോയ് വടക്കൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ തങ്ങളുടെ കർമ്മശേഷി തെളിയിച്ച പ്രഗത്ഭ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. സിനിമാ രംഗത്തെ മികവിന് ശിവജി ഗുരുവായൂർ, ആതുര സേവന രംഗത്ത് നിന്ന് ഡോക്ടർ നഫീസ ഉസ്മാൻ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. റിയൽ എസ്റ്റേറ്റ്, കേറ്ററിംഗ്, ഇവന്റ് മാനേജ്മെന്റ്, വസ്ത്രവ്യാപാരം, സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തനം, വാച്ചസ് ആൻഡ് ഒപ്റ്റിക്കൽസ് തുടങ്ങി 8ഓളം മേഖലകളിലെ പ്രമുഖർക്കാണ് അവാർഡുകൾ നൽകിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ യൂത്ത് വിംഗ് നേതാക്കൾ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം കോഴിക്കോട് ഷാസ് ഗ്രൂപ്പ് അവതരിപ്പിച്ച ഗാനമേളയും തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായി.
പുതുവർഷ ദിനത്തിൽ പകൽ വീട്ടിലെ അമ്മമാർക്കൊപ്പം മധുരം പങ്കുവെച്ച് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും നല്ലൊരു വർഷം ആശംസിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത പകൽ വീട്ടിലെ അമ്മമാർക്കൊപ്പം കേക്ക് മുറിച്ച് മധുരം പങ്കിട്ട് പുതുവത്സര ദിനം ആഘോഷിച്ചു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പൂവത്തൂരിലെ KG സത്താർ സ്മാരക പകൽ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, ജനപ്രതിനിധികളായ ആഷിഖ് വലിയകത്ത്, NB ജയ ടീച്ചർ, ആനി ജോസ്, KR രഞ്ജിത്ത്, അബ്ദുൾ ഹക്കീം, ഡോക്ടർ മിൻസി പോൾ തുടങ്ങിയവർ പകൽ വീട്ടിലെ പുതുവത്സരാഘോഷത്തിൽ സംബന്ധിച്ചു. 149ാമത് മന്നൻ ജയന്തി ആഘോഷങ്ങൾ നടന്നു. കരയോഗങ്ങളുടെയും അനുബന്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയ മന്നത്ത് പത്മനാഭന് സ്മാരകം നിർമ്മിക്കാൻ ദേവസ്വവും നഗരസഭയും തയ്യാറാക്കണമെന്ന് തിരുവേങ്കിട നായർ സമാജം ആവശ്യപ്പെട്ടു. മന്നൻ ജയന്തി സമ്മേളനം സമാജം പ്രസിഡന്റ് ബാലൻ വാറനാട്ട് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ആലക്കൽ അധ്യക്ഷത വഹിച്ചു. സുകുമാരൻ നായർ, രാജഗോപാൽ കാക്കശ്ശേരി, M സുരേന്ദ്രൻ നായർ, രാധാകൃഷ്ണൻ മനയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ NSS കരയോഗത്തിന്റെ മന്നം ജയന്തി ആഘോഷം സംസ്ഥാന മുന്നോക്കക്ഷേമ കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് T ചന്ദ്രൻ അധ്യക്ഷനായി. നവീകരിച്ച മന്നം മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുരേന്ദ്രനാഥ കൈമൾ നിർവഹിച്ചു. കരയോഗം സെക്രട്ടറി വിജീഷ് പോലോത്ത്, ലക്ഷ്മിക്കുട്ടിയമ്മ, സുധീഷ് മേക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. മന്നം ജയന്തിയോടനുബന്ധിച്ച് പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടന്നു. ഗുരുവായൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. പകൽ വീട്ടിൽ നടന്ന ആഘോഷ പരിപാടികൾ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ C പ്രേമാനന്ദകൃഷ്ണൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് RV അലി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PP വർഗീസ്, ജോർജ് പോൾ നീലങ്കാവിൽ, അനിൽ കല്ലാറ്റ്, ഇന്ദിര സോമസുന്ദരൻ, നിർമ്മല നായ്ക്കത്ത്, PI സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ക്രിസ്തുമസ് ദനഹ പെരുന്നാളിനോടനുബന്ധിച്ച് ആർത്താറ്റ് കുന്നംകുളം മാർത്തോമ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ തെക്കേ അങ്ങാടി സെന്റ് തോമസ് മാർത്തോമ ദേവാലയാങ്കണത്തിൽ ട്വിങ്കിൾ ഫീസ്റ്റ് സംഘടിപ്പിക്കുന്നു. ജനുവരി 5, 6 തീയതികളിലാണ് ഫീസ്റ്റ് ഒരുക്കുന്നത്. ജനുവരി 5 വൈകിട്ട് 7 സ്വിച്ച് ഓൺ നടക്കും. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സര ദിനം ആഘോഷിച്ചു. ബ്രാഞ്ചിലെ ഏറ്റവും മുതിർന്ന അംഗം PV പത്മനാഭൻ കേക്ക് മുറിച്ച് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PC ജോർജ്, സെക്രട്ടറി PA ഭാസ്കരൻ, ട്രഷറർ OI വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 12,485 രൂപ, പവന് 99,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 247 രൂപ. ചരമം പെരുമ്പിലാവ് പുത്തൻകുളം പണിക്ക വീട്ടിൽ ഖാദർ നിര്യാതനായി. 69 വയസ്സായിരുന്നു. ഖബറടക്കം പെരുമ്പിലാവ് സെന്റർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ഫാത്തിമയാണ് ഭാര്യ. മുഹമ്മദ് ഷാഫി, മുഹമ്മദ് റഷീദ് എന്നിവർ മക്കളാണ്. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ക്ഷേത്രത്തിന് സമീപം ഒലക്കെങ്കിൽ ഫ്രാൻസിസ് നിര്യാതനായി. 72 വയസ്സായിരുന്നു. മാർഗരറ്റ് ഭാര്യയും ജിഷ, ജിസ്മി എന്നിവർ മക്കളുമാണ്. സംസ്കാരം നടത്തി. കോട്ടോൾ ചെറുവത്തൂർ കൊച്ചുകുഞ്ഞൻ ഭാര്യ സാറാമ നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്നു. ബീന, ബിജു എന്നിവർ മക്കളാണ്. തലക്കോട്ടുകര നീലങ്കാവിൽ തോമ ഔസേപ്പ് നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയിൽ നടത്തി. മറിയം ഭാര്യയും ഷാജു, പരേതയായ ഷാലി, ഷാബു എന്നിവർ മക്കളാണ്. വാഗ മാടത്തിങ്കൽ കുഞ്ഞപ്പു മകൻ പ്രേമൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11-ന് എളവള്ളി ശാന്തിതീരം വാതക ശ്മശാനത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാടിന്റെ ഗ്രാമ്യ ഭംഗിയിലേക്ക് ഇന്ത്യൻ ഗ്രാമീണതയും. കുടുംബശ്രീ ദേശീയ സരസ് ഉൽപ്പന്ന പ്രദർശന വിപണനമേളയ്ക്ക് ചാലിശ്ശേരിയിൽ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ സംവിധാനം ലോകത്തിന് കേരളം നൽകിയ വലിയ മാതൃകയുടെയും ബ്രാൻഡിംഗിന്റെയും പേരാണെന്ന് മുഖ്യമന്ത്രി. കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് ട്രാക്കിൽ നടക്കുന്ന 57ാമത് കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജിയറ്റ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് കൊടിയിറങ്ങി. പുരുഷ വിഭാഗത്തിൽ തൃശൂർ സെന്റ് തോമസിന് കിരീടം.
ബൈക്കുകൾ കൂട്ടിയിടിച്ച് കൂറ്റനാട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് നോട്ടത്തുവളപ്പിൽ 34 വയസ്സുള്ള പ്രതീഷ് പരമേശ്വരൻ. അപകടം കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.